കാരണമൊന്നും വ്യക്തമാക്കാതെ ഒരു വ്യക്തിക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് നിഷേധിക്കാനാകുമോ? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാതെ വീഡിയോ വാച്ച് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തീർച്ചയായിട്ടും കാരണമൊന്നും വ്യക്തമാക്കാതെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിഷേധിക്കാൻ ആർക്കും തന്നെ അവകാശമില്ല, നിഷേധിക്കാനാകില്ല. വളരെ റീസെൻ്റ് ആയിട്ട് നമ്മുടെ കേരള ഹൈക്കോർട്ടിൽ വന്ന ശശികുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു കേസിലാണ് ഹൈക്കോർട്ട് വളരെ കൃത്യമായി വ്യക്തതയോടുകൂടി സ്പഷ്ടമായി പരാമർശിച്ചത് കാരണമൊന്നും വ്യക്തമാക്കാതെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിഷേധിക്കാനാകില്ല എന്നുള്ളത്. ഈ കേസിൽ ഹർജിക്കാരൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അദ്ദേഹം തൻ്റെ വണ്ടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായി പോലീസ് സ്റ്റേഷനിൽ പോവുകയും അവിടെ പോലീസ് അദ്ദേഹത്തിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് നിരസിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കേരള ഹൈക്കോർട്ടിനെ സമീപിച്ചത്. അപ്പോൾ കേരള ഹൈക്കോർട്ടിൽ വന്ന ഒരു തർക്ക വിഷയമായിരുന്നു കാരണമൊന്നും വ്യക്തമാക്കാതെ ഒരു വ്യക്തിക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിഷേധിക്കാനാകുമോ എന്നുള്ളത്. കേരള ഹൈക്കോർട്ട് വളരെ സ്പഷ്ടമായി പറയുകയുണ്ടായി, അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. മാത്രമല്ല, കേവലം തീരുമാനമാകാത്ത ഒരു ക്രിമിനൽ കേസ് ഉണ്ടെന്ന കാരണത്തിൽ പോലും ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിഷേധിക്കാനാകില്ല. തന്നെ പാസ്പോർട്ടിന്റെ വിഷയത്തിൽ എന്നതുപോലെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വിഷയത്തിലും അപേക്ഷകൻ ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ഒരു വിഷയമല്ല. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പോലീസിനെ അറിയിച്ചിരിക്കേണ്ടതാണ്. മാത്രമല്ല, ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാരണം കാട്ടി അദ്ദേഹത്തിനുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തൊഴിലവസരത്തെ കൂടി നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്നുകൂടി കോടതി കണ്ടെത്തി. കാരണം ക്രിമിനൽ കേസുകളിലെ കുറ്റവിചാരണ അവസാനിക്കുന്നതിന് ഒരുപാട് നാൾ വേണ്ടിവരും. അതുപോലെ തന്നെ കുറ്റം തെളിയിക്കുന്നത് വരെ ആ വ്യക്തി നിരപരാധിയാണ്. അതുപോലെ 2011 കേരള പോലീസ് ആക്ട് പ്രകാരം സെക്ഷൻ 59 അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട കാരണം കൊണ്ട് ഒരാളുടെ തൊഴിലവസരങ്ങൾ നിഷേധിക്കലല്ല നിയമത്തിന്റെ ലക്ഷ്യം എന്ന് കോടതി വ്യക്തമാക്കി. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള അപേക്ഷ കാരണം വ്യക്തമാക്കാതെ നിരസിക്കുന്നത് തികച്ചും ന്യായയുക്തമല്ല എന്ന് തന്നെയാണ്. ഇൻഫർമേഷൻ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതുപോലുള്ള ലീഗൽ ഇൻഫർമേഷൻസ് കിട്ടുന്നതിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും ഫോളോ ചെയ്യുക. ഈ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.